ഇന്ന് രാവിലെ എണീറ്റ് തന്നെ വലിയൊരു ടാസ്ക് ആയിട്ടാണ്. കാരണം ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നതും പപ്പ എന്നോടൊന്ന് പറഞ്ഞിരുന്നു വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിടുന്നു. എനിക്ക് പിന്നെ കുറച്ച് ആത്മാർത്ഥത കൂടുതലാണല്ലോ. ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി മാത്രമല്ല ഒന്ന് പുറത്തേക്കും ഇറക്കി. ആ ഇറക്കിയ ഇരുത്തമാണ് ഇരിക്കുന്നത്. പിന്നെ തോന്നുന്നു അനക്കാൻ അങ്ങ് തൃശ്ശൂരിൽ നിന്ന് വേറെ ആൾക്കാരെ ഇറക്കേണ്ടി വന്ന്. ഇതിൻ്റെ അനക്കം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് അവിടെ വേറെ ഒരുത്തന്നെ പോസ്റ്റാക്കി ഇരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ആ പറഞ്ഞ പോസ്റ്റ് ഇതേ ഇരിക്കുന്നു. വേണ്ടപ്പെട്ടവർ ഞാൻ നാട് വിടുന്നവരെ ഞാനും ഉമ്മയും തമ്മിലായിരുന്നു ജകള. ഞാനില്ലാത്തതിൻ്റെ കുറവ് കാര്യമായിട്ട് തന്നെ അനു നികത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും ഇവർ തമ്മിൽ തല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നേരമ്പോക്ക് വരതല്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. റെയിൻകോട്ട് എടുക്കാണ്ട് പുറത്തിറങ്ങിയ അന്ന് മഴ ഫറലാണല്ലോ. അങ്ങനെ നീണ്ട പോസ്റ്റിന് ശേഷം റെയിൻകോട്ട് അനുവിനെ ഇട്ട് വന്നു. അതിനുശേഷം മഹല്ലേ മഴ കണ്ടിട്ടില്ല. வாழ்க்கை என்பதே அன்பினில் அன்பின் 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 அன்பினில் ஆசை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சியில் என்ன தூரலோ ഇമ്പത്തൂറലോ. അങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നു. വീട്ടിലെ പോരാളി പറഞ്ഞതായിരുന്നു കഴിച്ചിറങ്ങിക്കോന്ന്. അപ്പം ഞാൻ ആ വാക്ക് തുപ്പലടിച്ച് വിട്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, സഹിക്കന്നെ. തൃശ്ശൂർ വഴി അത്യാവശ്യം വശമുള്ളതുകൊണ്ട് തന്നെ ഇനി കയറി ഇറങ്ങാൻ ഒരു വഴിയും ബാക്കിയില്ല. നേരം പോകവിல்லை 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 പങ്കാളി അങ്ങനെ ഈ പഞ്ചായത്ത് മൊത്തം കറങ്ങിയതിന് ശേഷം മെയിൻ റോഡ് കണ്ടു. അങ്ങനെ പഞ്ചായത്ത് മൊത്തം കവർ ചെയ്തെങ്കിലും എന്താ, എത്തിയല്ലോ. വണ്ടിയെക്കുറിച്ച് ഇയാൾ ആധികാരികമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് നല്ല വശമുള്ളതുകൊണ്ട് തന്നെ വീട്ടിലെ പോരാളി ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തു. പപ്പാക്ക് പല നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഫീൽഡിൽ ഇതാദ്യം. ഇനിയൊരു കോഫി ആയാലോ? ആ കട മൊത്തം കഴിക്കാനുള്ള വിശപ്പുണ്ടെങ്കിലും അവിടുത്തെ ഏട്ടൻ പറഞ്ഞ പോലെ ഞാൻ എടുത്തത് അടയാണ്. അടയുടെ പല വെറൈറ്റീസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ഇതാദ്യമാണ്, കുക്കുംബർ അട. നിങ്ങൾ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് വേർത്താണ്. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ പോരാളിയുടെ അടുത്തേക്ക് എത്തി. ബീഫും ചോറും കഴിച്ചതിന് ശേഷം ശുഭം.